പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, 42-ാം സങ്കീർത്തനം 5-ാം വാക്യം സങ്കീർത്തകന്റെ ഒരു രോദനമായിട്ട് നമുക്ക് കണക്കാക്കാം. എൻ്റെ ആത്മാവെ, എന്തിനു നീ വിഷാദിക്കുന്നു? എന്തിനു നീ നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇന്ന് നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പദമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം. പക്ഷെ വിഷാദരോഗം എന്ന ഒരു വാക്ക് പൊതുവെ നമ്മൾ ഉപയോഗിച്ച് കാണാറില്ല. വിഷാദരോഗത്തിന്റെ അല്ലെങ്കിൽ ഡിപ്രഷന്റെ പീക്ക് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഏലിയയ്ക്കൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, മതി, എന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചുകൊള്ളുക എന്ന്. മരണത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ഏലിയ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് എല്ലാം അധികമായിട്ടുള്ള അവസ്ഥയാണ്. അധികമായിട്ടുള്ള ഉത്കണ്ഠ, അധികമായിട്ടുള്ള ഭയം, അധികമായിട്ടുള്ള ദേഷ്യം. ഇത് 3 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് നിൽക്കുമ്പോഴാണ് അതിനെ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ആളുകളിലൊക്കെ ഡിപ്രഷൻ വളരെയധികം കാലങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. അതിനെ ദീർഘമായിട്ടുള്ള വിഷാദരോഗം അല്ലെങ്കിൽ ക്രോണിക് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 55:25 പറയുന്നത്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഡിപ്രഷന് മറ്റ് ചില ലക്ഷണങ്ങളുണ്ട്. ഒട്ടും ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നല്ലവണ്ണം ഉറങ്ങുക, അല്ലെങ്കിൽ വിശപ്പില്ലാത്ത അവസ്ഥയിലും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, സാധാരണ അവസ്ഥയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കയറിപ്പോകുന്നതും ഡിപ്രഷന്റെ ചില ലക്ഷണങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഡോക്ടേഴ്സിനെ സമീപിക്കുന്നവരുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ചെറിയ വീക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കുകയാണെങ്കിൽ, സങ്കീർത്തനം 37:14 പറയുന്നത് പ്രകാരമാണ്, കർത്താവിൽ ശരണം വയ്ക്കുക, ദുർബലനാകാതെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിലുള്ള പ്രത്യാശ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരും. ഡിപ്രഷൻ മറ്റൊരു വിധത്തിലും സംഭവിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു വിയോഗം, ഒരു മരണമാകാം, ഒരു ആക്സിഡന്റ് ആകാം, ഒരു ഷോക്കാകാം. ഇതെല്ലാം പെട്ടെന്ന് ഒരു വ്യക്തിയെ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. പക്ഷേ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു സുബോധം അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്കുള്ള തിരിച്ചുവരവ് ഡിപ്രഷൻ എന്നൊരവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.